നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ കഥകൾ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയിരുന്നാണ്. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്ന ഒടുവില് ശ്രീദേവിയുടെ ഓരോ കള്ളങ്ങളും ചതികളും എല്ലാം പൊളിച്ചടുക്കുവാണ് ഗോമതി. ഗോമതി ഒടുവിൽ പറഞ്ഞു, ശ്രീദേവി 10ാം ക്ലാസ് മാത്രമല്ലേ, എന്നിട്ടാണ് അവള് MA ലിറ്ററേച്ചർ ആണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് ഉദയഭാനുവിനും ശ്രീകലയ്ക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്രീകല പറഞ്ഞു, ആര് പറഞ്ഞതൊക്കെ ചുമ്മാ കള്ളത്തരം ആരെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് ഗോമതി എന്റെ മോളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ല, ഈ നിൽക്കുന്ന നിങ്ങളുടെ മകള് തന്നെയല്ലേ? അതെ, ഇവള് തന്നെയാ പറഞ്ഞതെന്ന് പറഞ്ഞു. ഒരിടുത്തി തലേ വീണ പോലെയായി രണ്ടുപേർക്കും. ഒരിക്കലും അവർ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോളെ നീ എന്തൊക്കെയാ പറഞ്ഞ, നീ അങ്ങനെ പറഞ്ഞോന്ന് ചോദിച്ചു. അതെ, അവള് ചിലപ്പോ വെറുതെ എന്തെങ്കിലും തമാശ പറഞ്ഞായിരിക്കും എന്റെ ഗോമതി. അത് കേട്ടിട്ട് സീരിയസ് ആയിട്ട് എടുത്തോ. അവളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്. ആനന്ദ് പറഞ്ഞു, താനിന്റെ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടുവരണ്ട. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, അച്ഛനൊന്നും മിണ്ടാതിരിക്കുക, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അമ്മേ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ, എന്നോട് ക്ഷമിക്കമ്മേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ഗോമതിയുടെ മുന്നിൽ നിന്ന് ശ്രീദേവി നിന്ന് കെഞ്ചുവാണ്. അത് കണ്ടപ്പോ ശ്രീകല ചോദിച്ചു, നീ എന്തിനാ മോളെ ഇവരുടെയൊക്കെ മുന്നിൽ നിന്ന് കെഞ്ചുന്നേ? അതിന് മാത്രം എന്ത് തെറ്റാ നീ ചെയ്തേ? കെഞ്ചേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, മര്യാദയ്ക്ക് മോളെ വിളിച്ചോണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോയിക്കോണം. ഒരു നിമിഷം പോലും ഇനി കണ്ടുപോയേക്കരുത് ഇവളെ. ഇവള് കാരണം ഈ കുടുംബത്തിന്റെ സ്വസ്ഥത സമാധാനം നശിച്ചു. ഇത്രയും കാലം ഞങ്ങളെ എല്ലാരും വഞ്ചിച്ച് ഇവളിവിടെ ജീവിച്ചു. ഇനി ഇവളിവിടെ നിൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവി ആനന്ദനോട് പറഞ്ഞു, ആനന്ദേട്ടാ എന്നെ പറഞ്ഞു വിടല്ല ആനന്ദേട്ടാ. ഞാൻ ആനന്ദേട്ടനോട് പറഞ്ഞല്ലോ, ഞാൻ ഒരു തെറ്റും ആനന്ദേട്ടനോട് ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മാത്രം എനിക്കൊരു വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ. അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ആനന്ദേട്ടനെ ചതിക്കണമെന്നോ അങ്ങനെ ആനന്ദേട്ടനോട് കള്ളത്തരം കാണിക്കണമെന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. നിർത്തടി നിന്റെ അഭിനയം, മതി നീ അഭിനയിച്ചത്. ദേ എന്റെ മുന്നിൽ നിന്ന് കൂടുതൽ നീ അഭിനയിക്കരുത് കേട്ടോ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അതെ, നിന്റെ അഭിനയം നിർത്തി നീ. മര്യാദയ്ക്ക് നീ നിന്റെ അച്ഛൻ്റെ അമ്മയോടും കൂടെ പോയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചു വരുത്തിയത്. അപ്പോഴേക്കും ശ്രീദേവി ഗോമതിയോട് അപേക്ഷിക്കുന്നത് കണ്ടപ്പോ ശ്രീകല ചോദിച്ചു, എന്തിനാ നീയൊക്കെ എന്തിനാടി ഇവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ കെഞ്ചുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ ആനന്ദിന്റെ ഭാര്യ. അപ്പൊ പിന്നെ നിനക്ക് അതിൻ്റെതായ വിലയും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നിന്നെ വെറുതെ അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റത്തൊന്നുമില്ല. നീ എന്താ വല്ല പട്ടിയും പൂച്ച എന്തെങ്കിലുമൊക്കെയാണോ? നീ ആനന്ദിന്റെ ഭാര്യ, ആനന്ദ് നിന്റെ കഴുത്തെ താലി ആർത്തിയതാ. ഇവിടെ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ. അത്രയും സമയം ബാലൻ മിണ്ടാതിരിക്കുമായിരുന്നു. ബാലൻ പറഞ്ഞു, ശ്രീകലെ മോളെ വിളിച്ചോണ്ട് മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ. ദേ അറിയാലോ, ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. ഇത്രയും നാളെ ഞാൻ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയി. പല തവണ ഈ നിൽക്കുന്ന ഉദയഭാനുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ എൻ്റെ മുന്നിൽ വന്നാണ്. അന്നൊക്കെ ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. കാരണം പലപ്പോഴും ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്. ഇയാള് വിഗ് വെഗാൻ നടക്കുന്നതൊക്കെ അന്നൊക്കെ ഞാൻ അവിശ്വസിച്ചില്ല. കാരണം അപ്പോഴെനിക്ക് തോന്നി ഒരിക്കലും അങ്ങനെ കള്ളത്തരം കാണിക്കില്ലെന്ന്. ശ്രീദേവി എന്നെ ചതിക്കുമെന്ന് പോലും കരുതിയതല്ല. ശ്രീദേവി ഏറ്റവും കൂടുതൽ ഇട്ട് ഞാൻ എൻ്റെ മരുമക്കളിലെ ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് സ്നേഹിച്ച. അപ്പൊ ഏറ്റവും കൂടുതൽ ബാലൻ ശ്രീദേവിയായിട്ട് സ്നേഹിച്ചേ. ശ്രീദേവിയെ കല്യാണം കഴിച്ചോണ്ട് വരണ ആനന്ദ് പറഞ്ഞ സമയത്ത് ബാലൻ നിലത്തെങ്കൊല്ല വെച്ചോണ്ടിരുന്നേ മീനാക്ഷിയെ മിത്രയൊക്കെ കുറ്റപ്പെടുത്തുമായിരുന്നു. നല്ലൊരു ബന്ധം കിട്ടി, ഇങ്ങനെ വേണം ബന്ധം വരണമെങ്കിൽ. കണ്ടോ, ഞാൻ കണ്ടെത്തിയ ബന്ധമാണ്. നല്ല കോടീശന്റെ മകളെ ആനന്ദ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അത് മാത്രമാണോ? അതിന്റെ അഹങ്കാരം കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ബാലൻ കുറച്ച് അഹങ്കരിച്ചായിരുന്നു. അന്നൊക്കെ മീനാക്ഷിക്കും മിത്രയ്ക്കും ഒക്കെ ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും പുറത്ത് കാണിച്ചതില്ല കേട്ടോ. എന്താണെങ്കിലും അതിനുള്ള തിരിച്ചടിയാണ് ബാലൻ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാലൻ പറഞ്ഞു, ഞാനന്ന് കുറെ അഹങ്കരിച്ചു, അതിനുള്ള തിരിച്ചടി എനിക്ക് കിട്ടി. ഇവളുടെ പടവും പത്രാസും അതൊന്നും ആയിരുന്നില്ല എനിക്ക് പ്രധാനം. കോമതി പറഞ്ഞ പോലെ ഇവളുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോ ഞാനും ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇവള് ചതിക്കുമായിരുന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ഇതേ ബാലൻ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്ന. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങള്. ആരൊക്കെയോ നിങ്ങൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന. ദേ ഇനി മിണ്ടി പോയേക്കരുത്. മിണ്ടിയിട്ടുണ്ടെന്ന് നിന്റെ ചെകിടടിച്ച് ഞാൻ പറിക്കും ഞാൻ. കുറെ കാലം ഉദയഭാനു സാറേന്ന് വിളിച്ചാ ഞാന്. താനൊരു മാന്യനാന്ന് ഞാൻ കരുതി. പക്ഷേങ്കില് കുടുംബത്തെ ചതിക്കാൻ വേണ്ട ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. മോളെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. അപ്പോഴേക്കും ശ്രീകല സമ്മതിക്കുന്നില്ല. ശ്രീകല പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്റെ മോളെ വെറുതെ ഒന്നും അല്ലല്ലോ വിട്ടെ. അതെ, അങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തൊന്നുമില്ല എന്ന് പറഞ്ഞ ശ്രീകലയൊക്കെ മല്ല് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
അതേ സമയം ഉദയഭാനു പറഞ്ഞു, മോളെ നീ വരുമൊന്നും വേണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി. കാരണം അവർക്കറിയാം ശ്രീദേവി ഇവിടുന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട്, ശ്രീദേവിയുടെ ജീവിതം തീർന്നെന്ന്. ഇത്ര നല്ല സുഖത്തോടെ സന്തോഷത്തോടെ അവിടെ പോയി കഴിയാൻ പറ്റില്ല. ഒരു നേരത്തെ ആഹാരത്തിന് പോലും നേരെ വകയില്ല. ഉദയഭാനു ജോലിക്കും കൂലിക്കൊന്നും പോത്തുമില്ലല്ലോ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, നിന്റെ അടവോ അഭ്യാസമൊക്കെ മതി ശ്രീദേവി, മര്യാദയ്ക്ക് ഇറങ്ങാൻ നോക്ക്. അമ്മ പ്ലീസ് അമ്മ, ഞാനൊന്നും പറഞ്ഞോട്ടെ, ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്ക്. ഞാനിനി ഒന്നും ചെയ്യത്തില്ല, അതായത് ആരും പറയുന്ന ഒന്നും അനുസരിക്കത്തില്ല. ഞാൻ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞു. മര്യാദയ്ക്ക് പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. കയ്യെ പിടിച്ച് വലിച്ചിറക്കി വിടാൻ തുടങ്ങുമ്പോഴത്തേനും മീനാക്ഷിയും മിത്രയൊക്കെ തടഞ്ഞു. അതെ ഇതേ അമ്മ എന്താ അമ്മ കാണിക്കണേ, വിടാനൊക്കെ പറഞ്ഞ് ഇടയ്ക്കിലേക്ക് കയറുവാണ്. ദേ ഇവിടെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമല്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും കൂടെ അടിച്ച് പുറത്താക്കുമെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ആനന്ദ് പറഞ്ഞു, ഇത്രയെങ്കിലും നാണം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ തന്നെ ഇറങ്ങൂടി. നീ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നേ? നിന്റെ അച്ഛനും അമ്മയൊക്കെ വെറുതെ വിളിച്ച് വരുത്തിയതാന്ന് കരുതിയോ? ആ സമയം ദേവമംഗലത്ത് നിന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ കൃഷ്ണമംഗലത്ത് കേട്ടു. ധർമ്മം മുറ്റത്തിറങ്ങി. ഇതെന്താ അവിടെ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ? ആരെയാണ് പുറത്തേക്ക് കാണുന്നില്ല? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ? ഉദയഭാനു സാറും ശ്രീകലാന്റിയൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണല്ലോ കയറിപ്പോയത്. പക്ഷേ എങ്കിലും എന്തോ വഴക്ക് നടക്കുന്ന പോലെ പ്രശ്നങ്ങളും കാര്യങ്ങളോ. അപ്പോഴേക്കും ഇന്ദിരാമ്മ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഇന്ദിരാമ്മ ഒന്നിച്ചു, എന്താടാ മോനെ, നീ എന്താ അവിടെ ആലോചിക്കുന്നേ? അമ്മ അവിടെ നിന്ന് എന്തോ ഒച്ചപ്പാടും ബഹളവും കേൾക്കുന്നുണ്ട്. ഒച്ചപ്പാടോ? എന്തോ വഴക്ക് ഉള്ള പോലെ. അവിടെ വഴക്കടിക്കാൻ ആരാ ഉള്ളത്? അല്ല, ഇന്ന് ഗോമതി ചേച്ചീനെ പുറത്തേക്ക് കണ്ടില്ലല്ലോ. പിന്നെ ഉദയഭാനു സാറും ശ്രീകലാന്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്തേലും കാണിക്കട്ടെ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അല്ല അത് പിന്നെ അമ്മ, നീ ഇങ്ങോട്ട് കയറി പോരേന്നൊക്കെ ധർമ്മനോട് പറഞ്ഞു. പക്ഷെ ധർമ്മന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തോ അവിടെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഒരു പ്രശ്നം ഇല്ലെങ്കിൽ കോലം വരയ്ക്കാതിരിക്കില്ല. പക്ഷെ ഉദയഭാനു സാറും ശ്രീകലാന്റിയും വന്ന എന്തിനാ? പ്രശ്നമുണ്ടെങ്കിൽ അവരങ്ങോട്ടേക്ക് വരുമോ? ഒന്നും മനസ്സിലാതെ ആകെപ്പാടൊരു കൺഫ്യൂഷൻ ആയിപ്പോയി ധർമ്മന്. അതേ സമയത്ത് ശ്രീദേവിയെ പിടിച്ച് പുറത്താക്കാനായിട്ട് തുടങ്ങുവാണ് ഗോമതി. ആ സമയം ഉദയഭാനു പറഞ്ഞു, എന്റെ മോളുടെ കയ്യെന്ന് വിട്, എന്റെ മോളെ അങ്ങനെ പുറത്താക്കാനൊന്നും പറ്റത്തില്ല. എന്റെ മോളെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ അതിനെ കള്ളന്മാരൊന്നും അല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, കള്ളന്മാരല്ലേ നിങ്ങളാണ് പെരും കള്ളന് കഞ്ഞി വെച്ചാനാ നിങ്ങള്. അത് കേട്ടതും ഉദയഭാനു പറഞ്ഞു, സൂക്ഷിച്ച് സംസാരിക്കണം ആനന്ദേ, മരുമോനൊന്നും ഞാൻ നോക്കത്തില്ല. എന്താണോ താൻ പറഞ്ഞേ? തന്റെ മരുമോനെന്നാ ഞാനോ? ഞാൻ തന്റെ മരുമോനുമല്ല, ഒന്നുമല്ല. തന്നെ പോലെ പെരും കള്ളനെ കണ്ടിട്ടില്ല. താൻ കള്ളത്തരം കാണിച്ചും പോരാന്നിട്ട് ഗോമതി സ്റ്റോഴ്സ് കയറി മോഷ്ടിക്കുന്നോ? അപ്പോഴേക്ക് സ്ത്രീകൾ ചോദിച്ചു, ആരടാ മോഷ്ടിച്ച ഗോമതി സ്റ്റോഴ്സ് കയറി? വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അനാവശ്യമൊന്നുമല്ല, നിങ്ങളുടെ ഭർത്താവിനോട് തന്നെ ചോദിച്ചു നോക്ക മോഷ്ടിച്ചോ ഇല്ലയെന്ന്. ഒരു നിമിഷം ഉദയഭാനു ഞെട്ടിപ്പോയി. ഉദയഭാനു ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെങ്ങനെ എന്നൊരു ചിന്തയായിരുന്നു. അപ്പൊ ആർക്കും അറിയത്തില്ലാത്ത കാര്യമായിരുന്നത്. ഉദയഭാനുവിന്റെ വിചാരം അതാണ്. കാരണം മോഷ്ടിക്കുന്ന ആരും കണ്ടിട്ടില്ലെന്നാ. പക്ഷെ എങ്കിൽ ഇവനെന്ന് പറയണു, എന്താടാ ഞാൻ എങ്ങനെയാടാ ഗോമതി സ്റ്റോഴ്സ് കയറി മോഷ്ടിക്കുന്നത്? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അത്ര തരം താഴ്ന്നവനൊന്നും അല്ല ഞാൻ. ആണോ? അങ്ങനെയാണല്ലേ? എങ്കിൽ ഇപ്പൊ കാണിച്ചു തരാമെന്നും പറഞ്ഞാൽ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഉദയഭാനു ഇടിവെട്ടേറ്റ പോലെ നിൽക്കുക. ഉദയഭാനു എന്തേലും പറയാൻ പറ്റുമോ? ശ്രീകല പോലും ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ. ശ്രീകല ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്ര സമയം വലിയ ആള് കളിച്ചു വന്നു. പക്ഷേ എങ്കിൽ തന്റെ ഭർത്താവിന്റെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ തെളിവ് സാധ്യത പിടിച്ചിരിക്കുമെന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അന്തം വിട്ട് നിൽക്കുക. മനസ്സിലായി തകർന്നു പോയെന്നെല്ലാം തകർന്ന് തരിപ്പണമായെന്ന്. ഇത്രയും നാളും കെട്ടിപ്പടുത്തോണ്ട് വന്നേ മാനാഭിമാനങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയെന്ന്. അപ്പം അതിൻ്റെ കഥകളൊക്കെ കാണുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.